പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രണ്ട് കുട്ടികളും ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടില്ലേ? അതിൽ വലിയ കുട്ടി ഇട്ട ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ചെറിയ കുട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയലാണിത്. ഈ ഒരു മെറ്റീരിയൽ ഇതുപോലത്തെ 2 പീസാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, 2 പീസ് ഉണ്ട്. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും രണ്ടും 12 ഇഞ്ചാണ് വരുന്നത്. 2 സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത്, 12 ഇഞ്ച് വരുന്ന. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതും 2 പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് വരുന്നത് 37 ഇഞ്ചുമാണ്. ഇതാണ് ലെങ്ത്ത് 22 ഇഞ്ച് വരുന്നുണ്ട്, വിഡ്ത്ത് 37 ഇഞ്ച് വരുന്നുണ്ട്. ഇതേ അളവിലുള്ള 2 പീസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 പീസും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിത് ഈ ഒരു കോർണറിൽ നിന്ന് 5.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്കിംഗ് കൊടുക്കാം. ഇതുപോലെ ആ കോർണറിൽ വെച്ചിട്ട് ചുറ്റും ഇതുപോലെ 5.5 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം ആ മാർക്കിംഗ് എല്ലാം യോജിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി അതേ കോർണറിൽ വെച്ചിട്ട് തന്നെ നമുക്ക് 2.5 ഇഞ്ചിലും ഇതുപോലെ മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് ആ മാർക്കിംഗ് എല്ലാം ചേർത്ത് വെച്ചിട്ട് ആദ്യം വരച്ച പോലെ തന്നെ ഒന്ന് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ആ മാർക്ക് ചെയ്ത മാർക്കിങ്ങിൽ കൂടി 2 മാർക്കിംഗ് ഉണ്ടല്ലോ, രണ്ടിലും കൂടി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് 2 സർക്കിൾ പീസ് കിട്ടും. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ ഒരു കട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടിൻ്റെ നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിൽ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ചുറ്റും, അതേപോലെ ഇവിടുന്നും ഇതേപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് കൊടുക്കണ്ട. ഉള്ളിലത്തെ റൗണ്ട് സ്റ്റിച്ച് ചെയ്യുന്നത് റെക്കോർഡായില്ല, സോറി. ഉള്ളിലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് മുകളിലെ ഈ റൗണ്ടും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ചെയ്യുന്ന അതേപോലെ തന്നെ ഉള്ളിലത്തെ റൗണ്ടും ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിലത്തെ ആ റൗണ്ടും ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ പുറത്തും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതുപോലെ ആ സ്റ്റിച്ചിലൊന്നും തട്ടാതെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. കട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിടാം. ഈ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പുറം ഓപ്പൺ ആണ്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ സൈഡ് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു പെൻസിലോ മറ്റോ വെച്ച് കുത്തിയിട്ട് ഇതൊന്ന് തിരിച്ചിട്ടിട്ട് എടുക്കാം. തിരിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം നല്ല ലെവലാക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള ഈ സൈഡ് ഇതുപോലെ കുറച്ച് ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു ഭാഗവും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ലേസ് എന്തെങ്കിലും ഇതിന് ചുറ്റും വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും ലേസൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഈ ഒരു ലേസ് ഇതിന് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഫ്രോക്കിന് ഇതാ ഇതുപോലെയാണ് വേണ്ടത്. ഈ ഒരു ഭാഗം ബാക്ക് സൈഡിൽ വരും. അവിടെ നമുക്കൊരു ഹുക്കും ഐയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു ബാക്കി ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ 2 ക്ലോത്ത് ഉണ്ടല്ലോ, ഈ 2 ക്ലോത്തും ഇതുപോലെ ഒന്ന് വിരിച്ചിട്ടതിന് ശേഷം നമുക്കിതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിടാം. ഈ ഒരു ഭാഗമാണ് ഓപ്പൺ സൈഡ് വരുന്നത്, ഇപ്പുറത്ത് ഫോൾഡഡ് സൈഡ് വരും. ഇനി നമുക്ക് ഈ ഓപ്പൺ സൈഡ് വരുന്ന ഭാഗത്ത് മുകളിൽ ഒരു 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്കിങ് കൊടുക്കാം. താഴത്തോട്ടേക്കും അതേപോലെ ഇതേ പോയിന്റിൽ നിന്ന് താഴത്തോട്ടേക്കും ഒരു 3 ഇഞ്ചിൽ മാർക്കിങ് കൊടുക്കാം. എന്നിട്ട് അത് രണ്ടും കൂടി ചേർത്തിട്ട് ഒന്ന് സ്ക്വയർ ഷേപ്പിൽ വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതുപോലെ കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ആം ഹോൾ കർവാണ്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആം ഹോൾ കർവ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു സ്കെയിലിൻ്റെ വിഡ്ത്തിൽ തന്നെ, അതായത് 2 ഇഞ്ച് വിഡ്ത്തിലുള്ള ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് ആം ഹോളിൻ്റെ ആ സൈഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്രോസ് പീസ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ആദ്യം നമുക്കൊരു സ്റ്റിച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഈ ആം ഹോളിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസിലും ആം ഹോൾ കർവ് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു പീസിൻ്റെ താഴത്തെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, 2 പീസിൻ്റെയും. അപ്പോൾ ഞാൻ അതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ 2 ക്ലോത്തിലും ചുരുക്കിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ മെഷീനിൽ ലോങ് സ്റ്റിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ഈ സ്റ്റിച്ചിൻ്റെ താഴത്തെ ഭാഗത്തെ നൂല് ഇതുപോലെ പതുക്കെ വലിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചുരുക്ക് കിട്ടും. ഇതിൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതുപോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതുപോലെ ചെയ്താൽ നമുക്ക് ചുരുക്കിടൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ക്ലോത്തിൽ വെച്ചിട്ട് കറക്റ്റ് ആണോ എന്ന് നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഈ ചുരുക്ക് ലെങ്ത്ത് കൂട്ടും കുറക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ 2 പീസും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ പീസ് ഉണ്ടല്ലോ, ഇത് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൽ മാർക്ക് ചെയ്യാം. 3 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്, ആം ഹോള് കിട്ടാൻ വേണ്ടിയിട്ട് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ ഉള്ളിലത്തെ ഭാഗത്ത് 2 ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് 3 ഇഞ്ചിൽ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്കിങ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്കിതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ 2 സൈഡിലും 6 ഇഞ്ചസ് ആണ് വരുന്നത്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ചുരുക്കുള്ള പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ മാർക്ക് ചെയ്ത ആ മാർക്കിങ്ങിൽ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് അപ്പുറത്തെ മാർക്കിങ് വരെ കറക്റ്റാക്കി വെച്ചിട്ട് ചുരുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മുകളിലെ ഭാഗത്തും ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു പീസ് നമ്മൾ മാർക്ക് ഇട്ടതിനനുസരിച്ച് നമുക്ക് ആ ചുരുക്ക് നൂല് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ചെയ്യണം. ഞാൻ ഒരു സൈഡ് മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ, മറ്റേ സൈഡിലും അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇത് രണ്ട് ഭാഗത്ത് ഞാൻ ആ ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ ഇവിടുന്ന് മുതൽ അവിടം വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് തിരിച്ചിടാം. തിരിച്ചിടുമ്പോഴേക്കും നമ്മുടെ ഫ്രോക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ക്യൂട്ടല്ലേ കാണാൻ. അതിൻ്റെ ബാക്ക് സൈഡിൽ ആ ഓപ്പണായ ഭാഗത്ത് ഒരു ഹുക്കും ഐയും കൂടി വെച്ച് കൊടുത്താൽ മതി ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതാ ഞാൻ ഈ കാണിക്കുന്ന പോലെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.